ഹലോ നമസ്കാരം. സ്പൈസ് റൂട്ടിൻ്റെ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കർണാടകയിലെ കാന്താരി കൃഷിയാണ്. അതുപോലെ കാന്താരി പാടത്തെ തൊഴിലാളികളെയും അവരുടെ തൊഴിൽ രീതികളെയും കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. മേശ്ശേരിയുടെ ഒറ്റ വിളിയിൽ കാന്താരി പാടത്ത് മറഞ്ഞു നിൽക്കുന്ന കർണാടകയിലെ തൊഴിലാളികൾ ഓടിയെത്തുന്നത് നമുക്ക് കാണാം. ഇതാണ് മേശ്ശേരി. വീട് വീട് സർഗൂർ സർഗൂർ സർഗൂർ. ഓരോരുത്തരും പറിച്ചെടുത്ത കാന്താരി കൊണ്ടുവന്ന് ചാക്കിൽ ചെരിഞ്ഞ് അതിലെ ഇലയും പഴമായ കാന്താരിയും വേർതിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ഓരോ തൊഴിലാളികളും പറിച്ച കാന്താരിയുടെ തൂക്കമനുസരിച്ചാണ് അവരുടെ ഓരോ ദിവസത്തെയും കൂലി കണക്കാക്കുന്നത്. 8 മുതൽ 12 കിലോ വരെ ഓരോ ദിവസവും തൊഴിലാളികൾ പറിച്ചെടുക്കും. 1 കിലോ കാന്താരിക്ക് 40 രൂപ എന്ന നിരക്കിലാണ് തൊഴിലാളികൾക്ക് കൂലി ലഭിക്കുക. ഇഞ്ചിപ്പാടങ്ങളിൽ ഇടവിളയായാണ് കാന്താരി കൃഷി നടത്താറ്. കിലോയ്ക്ക് 100 മുതൽ 300 രൂപ വരെ കർഷകർക്ക് സീസൺ അനുസരിച്ച് വില ലഭിക്കും. വില കുറവ് വരുന്ന സമയങ്ങളിൽ കർഷകർ കാന്താരി ഉണക്കി സൂക്ഷിക്കുകയാണ് പതിവ്. ഇഞ്ചിപ്പാടങ്ങളിൽ തൊഴിലാളികൾക്ക് സ്ഥിരം തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടിയാണ് കർഷകർ കാന്താരി കൃഷി ചെയ്യാറ്. ദിവസവും വിളവ് ലഭിക്കുന്നതിനാൽ സ്ഥിരമായി തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാൻ കാന്താരി കൃഷി കർഷകരെ സഹായിക്കും. വയനാടൻ കർഷകരാണ് പ്രധാനമായും കാന്താരി കൃഷി ചെയ്തു വരുന്നത്. HD കോട്ട, ബീച്ചനഹള്ളി, ഹാൻഡ് പോസ്റ്റ്, നഞ്ചൻകോട് ഭാഗങ്ങളിൽ കാന്താരി കൃഷി വ്യാപകമായി ചെയ്തു വരുന്നുണ്ട്. കർണാടകയിൽ വൻതോതിൽ ഇഞ്ചി കൃഷി ചെയ്തു വരുന്ന വയനാട്ടിലെ കർഷകരാണ് പ്രധാനമായും കാന്താരി കൃഷി ചെയ്യുന്നത്. കേരളത്തിലെ സൂപ്പർ മാർക്കറ്റുകളിലേക്കും പച്ചക്കറി കടകളിലേക്കുമാണ് പ്രധാനമായും കാന്താരി കയറിപ്പോകുന്നത്. വിളവെടുപ്പ് കൂടുതലാവുന്ന സമയങ്ങളിൽ പച്ചക്കാന്താരിയുടെ വില 100 രൂപയിലേക്ക് എത്തും. അത്തരം സന്ദർഭങ്ങളിൽ കർഷകർ കാന്താരി ഉണക്കി സൂക്ഷിക്കാറാണ് പതിവ്. ഏലക്ക ഉണക്കുന്ന രൂപത്തിൽ ഉണക്കി വെക്കുന്ന കാന്താരി വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. വില കുറയുന്ന സമയങ്ങളിൽ അച്ചാറ് കമ്പനികളെല്ലാം വാങ്ങി സ്റ്റോക്ക് ചെയ്യാറുണ്ട്. വയനാട്ടിലെ വീടുകളിൽ വളർത്തുന്ന കാന്താരിക്കാണ് കർണാടകയിൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഹൈബ്രിഡ് കാന്താരിയേക്കാൾ വിലയും എരിവും കൂടുതലുള്ളത്. കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന കാന്താരി ഹൈബ്രിഡ് കാന്താരി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നാടൻ കാന്താരിയേക്കാൾ വലിപ്പം കുറച്ച് കൂടുതലായിരിക്കും. കാന്താരി കയറ്റുമതി ചെയ്യുന്ന കച്ചവടക്കാർക്ക് വയനാട്ടിലെ ചെറിയ കാന്താരിയാണ് ആവശ്യം. എന്നാൽ വയനാട്ടിലെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാന്താരി പറിച്ചെടുക്കുകയോ വിപണിയിൽ എത്തിക്കാറോ ഇല്ല. ಇದುವರೆ
ನಾಲ್ಕು